ഹായ് ഡീസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ സുപ്രഭാതമാണ് കേട്ടോ കാണുന്നത്. മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ. ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കാലാവസ്ഥയാണ് എല്ലായിടത്തും. പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പാണ്. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് കേട്ടോ വിൻ്റർ. നല്ല മഞ്ഞും സ്നോയും അതുപോലെ തന്നെ ഈ ക്രിസ്മസും ന്യൂ ഇയറും ആ വൈബൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു 6 മണിക്ക് മുന്നേ എഴുന്നേറ്റു. ഇന്ന് സ്കൂളുള്ള ദിവസമാണല്ലോ, അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ അതിന് മുന്നേ ക്ലാസ്സും ബാൽക്കണിയിൽ നിന്ന് തുറക്കാൻ പറ്റില്ല, നല്ല തണവല്ലേ. അപ്പം അകത്തേക്കൊക്കെ നല്ല തണവടിച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ട് ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് വിൻഡോയും ഗ്ലാസ്സൊക്കെ തുറക്കുന്നത് കേട്ടോ. അപ്പോഴാണ് 7 മണിയുടെ അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 6 മണിക്കൊക്കെ തുറക്കുവാണെങ്കിൽ 6 മണിക്കൊക്കെ നല്ല ഇരുട്ടാണ്, മഞ്ഞ് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഒന്നും കാണില്ല. അപ്പം 7 മണിയുടെ അവസ്ഥയാണ് കേട്ടോ ഈ ഒരു വിൻ്റർ, ഈ ഒരു മഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ മഞ്ഞൊക്കെ പോയി റോഡൊക്കെ കാണാം. എൻ്റെ ആന്തൂരിയൊക്കെ നന്നായിട്ട് വളർന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെയും അതിൻ്റെ ഓരോ കിഴങ്ങുകൾ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ട് ഞാൻ ചട്ടിയിലാക്കി വേറെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അതായിരുന്നു പണി. അപ്പോൾ ഇതേപോലെ കിഴങ്ങ് ഞാൻ കടക്കയിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേറെ ചട്ടിയിലാക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതിൽ ഉണ്ടാവണതാണ് കേട്ടോ ഇത് മുഴുവൻ. ഇങ്ങനെ ഒരു പീസാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നത്. പിന്നെ അങ്ങനെ എൻ്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ ചെയ്തെടുത്തതാണ്. പക്ഷേ നന്നായിട്ടുണ്ടായി. പച്ചക്കറികളും വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത കാരണം നന്നായിട്ട് വന്നു കേട്ടോ. അപ്പം ഇത് നന്നായി വരികയാണെങ്കിൽ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു സ്ലോ ഗ്രോത്താണ്, ഒരു മാസമൊക്കെ എടുക്കും. ഇതേപോലെ നന്നായിട്ട് ചട്ടി നിറച്ച് ഇങ്ങനെ വരും കേട്ടോ. ആന്തൂറിയം ഇപ്പം നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ അങ്ങനെ വെച്ചതാണ്. ഇതിപ്പോൾ നിറച്ച് വന്നു, ഇലയും പൂവൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇനി വിശേഷം പറഞ്ഞു നിന്നാൽ സമയം പോവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയത് പപ്പടമാണ് കേട്ടോ. അപ്പോൾ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിലാണ് ഞാൻ പഴം പുഴുങ്ങാറ്. അതാകുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും. ശ്രദ്ധിക്കണമെന്ന് മാത്രം. പിന്നെ ഗ്യാസും ഭയങ്കര ലാഭമാണ് കേട്ടോ. മറ്റേത് ഇങ്ങനെ സ്റ്റീമറിൽ ഇങ്ങനെ കുറേ നേരം വെക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ പഴം പുഴുങ്ങുന്നത് ഇങ്ങനെ തട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതങ്ങനെ വെച്ച് കൊടുക്കും കുക്കറിൽ. പിന്നെ ഇത് ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ ഇങ്ങനെ വിസിൽ ചെയ്ത് എടുക്കരുത് കേട്ടോ. സാധാരണ സ്റ്റീമറിൽ വേവിച്ചാൽ മതിയാവും. ഞാൻ പഴം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുക്കറിൽ, ഇതിപ്പോൾ മീഡിയം പഴുത്ത പഴമാണ്, കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ, മാക്സിമം 2 വിസിൽ, അതിൽ കൂടുതൽ ചെയ്യരുത് കേട്ടോ. അപ്പോൾ പഴം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല എളുപ്പമാണ് കുക്കറിൽ പുഴുങ്ങാനായിട്ട്. ഒരുപാട് പഴുത്തത് ചെയ്യരുത്. മീഡിയം പഴുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ കുക്കറാണെങ്കിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാനിങ്ങനെ ഓവർ കുക്കാവാതെ എനിക്കിങ്ങനെ കട്ട് ചെയ്ത് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പാകത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ. ഓവറായിട്ട് ഇങ്ങനെ പുഴുങ്ങിയിട്ട് എടുക്കുന്നതും ഇങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മുറിക്കാനായിട്ട് ഇങ്ങനെ കിട്ടണം. അതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ ചായയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ പപ്പടമാണ് കേട്ടോ. പപ്പടം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർ കിട്ടുന്ന പപ്പടം ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തതും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലാത്ത പപ്പടമാണ് കേട്ടോ. പേരൊക്കെ കൈരളി പപ്പടം, ഗുരുവായൂർ പപ്പടം എന്നാണ്, പക്ഷേ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത പപ്പടമാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിഗ് ബാസ്ക്കറ്റ്. ഞാൻ വീക്ക് ഡേ, അതായത് വർക്കിംഗ് ഡേ ദിവസമൊക്കെ പെട്ടെന്ന് സാധനങ്ങൾ വേണമെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിലാണ് ഓർഡർ ചെയ്യുക കേട്ടോ. അത് വിത്തിൻ 10 മിനിറ്റിനുള്ളിൽ ഒരു ഡെലിവറി ചെയ്യും കേട്ടോ. മാക്സിമം 15 മിനിറ്റിനുള്ളിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നല്ല എളുപ്പമാണ് സാധനങ്ങൾ ഓർഡർ ചെയ്യാനും. എന്ത് സാധനം വേണമെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒട്ടുമിക്ക ഫ്ലാറ്റുകളിലും അവസ്ഥ തന്നെയാണ് കേട്ടോ. മിക്കപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയായിരിക്കും. ഗ്രോസറി ഷോപ്പിംഗ് ഒരുപാട് അധികം ആപ്സ് അവൈലബിൾ ആണ് ഇവിടെ. ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ, സാധനങ്ങൾ വേഗം എത്തി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ആര് വന്നാലും ഒരു പേടിയും പേടിക്കേണ്ട, പെട്ടെന്ന് സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ റോബസ്റ്റ പഴം നല്ല റേറ്റിന് എനിക്ക് കിട്ടി. 30 രൂപയായുള്ളൂ കേട്ടോ 1 കിലോന്. ഇത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പഴമാണ് കേട്ടോ റോബസ്റ്റ. ഇവിടുത്തെ റോബസ്റ്റ മഞ്ഞ കളറാണ് കേട്ടോ. അപ്പോൾ ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു വെതറിലും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ റോബസ്റ്റ പഴം. ഇവിടെ കിട്ടുന്ന റോബസ്റ്റ മഞ്ഞയാണ് കേട്ടോ, പച്ചയല്ല. നമ്മുടെ നാട്ടിൽ പച്ചയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അരി കഴിഞ്ഞിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ പ്രാവശ്യം കൊണ്ടുവരാത്തത് അരിയായിരുന്നു കേട്ടോ. മിക്കവാറും കൊണ്ടുവരാറുള്ളതാണ്. അപ്പോൾ എന്തായാലും അരി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അരി മേടിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ മട്ട റൈസ്, പാലക്കാടൻ മട്ട റൈസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 5 കിലോൻ്റെ പാക്കറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. 5 കിലോ മതിയാവും ഞങ്ങൾക്ക് ഒരു മാസത്തേക്ക്. റൈസ് ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറച്ചായതുകൊണ്ട് അത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 440 രൂപയായിരുന്നു കേട്ടോ.
ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് തന്നെ എനിക്ക് 410 രൂപയാണ് കേട്ടോ അതിനായത്. പിന്നെ ഇതിനെന്താ ഓഫറും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കൂപ്പൺ സ്ക്രാച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. നാട്ടിൽ ഈ റേറ്റ് ആയിരിക്കില്ല 5 kgയുടെ. അപ്പോൾ ബാംഗ്ലൂർ പോലെയുള്ള പെട്രോ സിറ്റി ആകുമ്പോൾ എന്തായാലും റേറ്റ് കൂടും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു. ഇതിന് 199 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അറിയില്ല. എനിക്ക് കിട്ടിയത് വെറും 99 റുപ്പീസിനാണ് കേട്ടോ. 750 ml ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയിരുന്നു. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് വില കുറവുണ്ടായിരിക്കും, ഓഫറുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കായം വാങ്ങിച്ചിരുന്നു. കായം ഇവിടെ കിട്ടാത്ത സാധനമാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണം പിന്നെ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 109 അങ്ങനെ എന്തുമായിരുന്നു. എനിക്ക് കിട്ടിയത് 83 രൂപയ്ക്കാണ് കേട്ടോ. പിന്നെ ഫ്രൈംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ ഈ ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് പപ്പടം പോലെ. റൈസിൻ്റെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ മൈദയുടെ ഒക്കെ ഉണ്ട്, ഞാൻ റൈസിൻ്റെ ഫ്രൈംസാണ് കേട്ടോ വാങ്ങിച്ചത്, പപ്പടം പോലത്തെ ആ ഫ്രൈംസ്. പിന്നെന്താ വാങ്ങിച്ചത്, പിന്നെ കോക്കനട്ട് ഓയിൽ, പാരഷ്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ തലയിൽ തേക്കണത് വാങ്ങിച്ചിരുന്നു. ഇതിന് 155 ആണ് MRP. എനിക്ക് 150 രൂപയ്ക്ക് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ നല്ല കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടോ. ഇത് മട്ടറാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് മട്ടർ, അതായത് ഫ്രോസൺ പീസ് എന്ന് പറയില്ല, നല്ല പച്ച പട്ടാണി, അത് നല്ല ഈ പച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. അത് എനിക്ക് നല്ല റേറ്റ് വരും, 5 രൂപയ്ക്ക് കൊണ്ട് കിട്ടി കേട്ടോ. അത് നല്ല ഹെൽത്തിയാണ്, ചോറിലും റൈസിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ക്രോക്രോച്ചൊക്കെ ഉള്ളതുകൊണ്ട് ക്രോക്രോച്ചിൻ്റെ ചോക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലാറ്റൊക്കെ ആണെങ്കിലും 1-2 ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് കൂടുതലാവും പിന്നീട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ. പിന്നെ പൊട്ടറ്റോ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല പൊട്ടറ്റോയാണ് ഇപ്രാവശ്യം കിട്ടിയത്, അല്ലെങ്കിൽ ചിലതായിട്ട് മുള വന്നൊക്കെ കിട്ടാറുണ്ട്. പിന്നെ എന്താ വാങ്ങിച്ചത്, പിന്നെ കൊറിയാണ്ടർ ലീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് 7 രൂപയായിരുന്നു കേട്ടോ. പൊട്ടറ്റോയ്ക്ക് 29 സംതിങ് ആയിരുന്നു. പിന്നെ തക്കാളി വാങ്ങിച്ചിട്ടുണ്ട്. തക്കാളിക്ക് 30, ഇപ്പോൾ തക്കാളിക്ക് റേറ്റ് കൂടുതലാണ് ഇപ്പോൾ. ഈ 30 സംതിങ് ആയിരുന്നു കേട്ടോ, 35 അങ്ങനെ എന്തായിരുന്നു 1 kgയുടെ. പിന്നെന്താ വഴുതനങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അത് 250 ഗ്രാം എന്തോ ആണ് കേട്ടോ. അതിന് 14 അങ്ങനെ എന്തായിരുന്നു. പിന്നെ വാങ്ങിച്ചത് റാഡിഷ് ആയിരുന്നു കേട്ടോ. റാഡിഷിന് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ 1 കിലോന്. അത് നല്ലതാണ് കേട്ടോ കഴിക്കണതും റാഡിഷൊക്കെ. അപ്പോൾ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾസ് തോരനൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കട്ട് ചെയ്തിടാനായിട്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ് കേട്ടോ. ഓൺലൈൻ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഒക്കെ വാങ്ങിക്കുക. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളായതുകൊണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടാവുമല്ലോ. മെയിനായിട്ട് അരിയായിരുന്നു. അരി ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നല്ല ഓഫറിൽ കിട്ടാറുണ്ട്. അപ്പോൾ അരി കൂടെ ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഫിക്സഡ് ഒരു എമൗണ്ട് ആകുമ്പോൾ നമുക്കത് ഫ്രീ ഡെലിവറി അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഓൺലൈൻ ഷോപ്പിംഗ് വാങ്ങിക്കും കേട്ടോ. പിന്നെ വീക്കെൻഡ് ഷോപ്പിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.